അബ്ദുൽ നാസർ മാദനിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അൻവാർശേരിയിൽ നടന്ന സംഭവങ്ങൾ നിയമവാഴ്ചയ്ക്ക് തന്നെ അപമാനകരമാണെന്ന് ബിജെപി നേതാവ് പി എ ശ്രീധരൻപിള്ള. മുസ്ലിം ജനവികാരം ആളിക്കത്തിക്കാനുള്ള സിപിഐഎമ്മിന്റെ ആസൂത്രിത രാഷ്ട്രീയ നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. അറസ്റ്റ് വൈകിയതുമായി ബന്ധപ്പെട്ട് ഡിജിപി അടക്കമുള്ളവരെക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണമെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. അബ്ദുൽ നാസർ മാദനിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അൻവാർശേരിയിൽ നടന്ന സംഭവങ്ങൾ നിയമവാഴ്ചയ്ക്ക് തന്നെ അപമാനകരമാണ്. ഇത്തരം കീഴ്വഴക്കങ്ങൾ തുടർന്നാൽ കോടതികൾ നോക്കുകുത്തികളായി മാറും. വാറണ്ട് പുറപ്പെടുവിച്ചയുടൻ മദനിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ സൌകര്യങ്ങളും ചെയ്തു നൽകുമെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി പിന്നീട് ചുവടുമാറിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. മുസ്ലിം ജനവികാരം ആളിക്കത്തിക്കാനുള്ള സിപിഐഎമ്മിന്റെ ആസൂത്രിത രാഷ്ട്രീയ നീക്കമാണ് ഇതിന് പിന്നിലുള്ളത്. അറസ്റ്റ് വാറണ്ട് നടപ്പാക്കാൻ വൈകിയത് സംബന്ധിച്ച് ഡിജിപി അടക്കമുള്ളവരെക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണമെന്നും പ്രശ്നത്തിൽ ഗവർണർ ഇടപെടണമെന്നും ബിജെപി നേതാവ് പി എസ് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. കണ്ണൂർ ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ പ്രതിയായ സിപിഐഎം ലോക്കൽ സെക്രട്ടറി അച്ചാരത്ത് പ്രദീപിനെ വിട്ടയക്കുന്നത് സംബന്ധിച്ച് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇത്തരം നടപടി നീതിയുടെ നഗ്നമായ ലംഘനമാണെന്നും ജയിൽ മോചിതനാക്കാനുള്ള ശുപാർശ പിൻവലിക്കണമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. സുപ്രീംകോടതിയുടെയും നമ്മുടെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അനുസരിച്ച് ജീവനും തടവുകാരെ സംബന്ധിച്ചിടത്തോളം 14 കൊല്ലം പൂർത്തിയാകാതെ ഒരു തരത്തിലുള്ള കമ്മ്യൂട്ടേഷനും അവർക്ക് ഇളവുകളും പാടില്ല എന്നുള്ളത് നിയമമാണിപ്പം. കോടതി വിധിയാണ്. 14 കൊല്ലക്കാലം ജീവബന്ധമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വെച്ച 14 വരെ 21 അല്ല, ജീവബന്ധം മുഴുവൻ കിടക്കണമെന്ന്. ശുപാർശ പിൻവലിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.